ശുഭനാരുളവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പേരുടെ ഒരു ചോദ്യങ്ങൾക്കുള്ള റിപ്ലൈ ആയിട്ടുള്ളൊരു വീഡിയോ ആയ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുട്ടയുടെ വെള്ളയും നാരങ്ങാനീര്, ഒരു 2 തുള്ളി നാരങ്ങാനീരും കൂടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുളിവുകൾ മാറാൻ, ടാൻ മാറാൻ, മുഖത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഈ വെയിലിൻ്റെ നല്ല പോലെയുള്ള ഈ ചൂടിൻ്റെ ടാൻ നന്നായിട്ട് മാറാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. പക്ഷേ കുറച്ച് ആൾക്കാർ വന്ന് അതങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നാരങ്ങാനീര്, മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്തിട്ടപ്പോൾ ചെറിയ ചൊറിച്ചിൽ പോലെ വരുന്നു, ചെറിയ എന്തോ ഒരു മുഖത്തിനതൊരു പിടിക്കാതെ വരുന്നു. പക്ഷേ അത് ഇട്ടിട്ട് ടാൻ പൂർണ്ണമായിട്ട് മാറുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും ചിലർക്കൊരു ഇറിറ്റേഷൻ, എന്താ പറയുന്നത്, ഒരു അലർജി അല്ല എന്നാൽ ഒരു ചൊറിച്ചിലാണോ അങ്ങനെ ഒരു രീതി വരുന്നെന്നും പറഞ്ഞ് 1-2 ആൾക്കാരല്ല 3-4 പേർ എൻ്റെ വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ മുട്ടയുടെ വെള്ളം എടുക്കുന്നതിൻ്റെ കൂടെ കാപ്പിപ്പൊടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ടാൻ മാറാനും ചുളിവുകൾ മാറാനും കാപ്പിപ്പൊടി എന്ന് പറയുന്ന സാധനം നല്ലൊരു വൈറ്റനിങ് ഏജൻ്റാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വെളുപ്പിക്കാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട്സ് കാര്യങ്ങൾ, സ്കിന്നിലുണ്ടാകുന്ന എന്താ പറയുന്നത്, നല്ല ഒരു സാധനമാണ് കാപ്പിപ്പൊടി. പക്ഷേ അത് സ്വല്പം എടുത്താൽ മതി, ഒരുപാട് വാരിയൊന്നും വിടണ്ട. നമ്മളിപ്പോൾ ഒരു മുട്ടയുടെ വെള്ളയല്ലേ എടുക്കുന്നത്, ബൗളെടുത്തു, ഒരു മുട്ടയുടെ വെള്ളം എടുത്തു, അതിനകത്തോട്ട് ഒരു സ്പൂണിൻ്റെ ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ള് മുഖത്ത് നന്നായിട്ട് തേച്ച് നന്നായിട്ട് ഇതായിട്ട് ഇന്ന് പ്രദോഷമാണ്. അപ്പോൾ ഞാൻ ഇന്ന് മുട്ടയൊന്നും എടുക്കത്തില്ല കേട്ടോ. അപ്പം കുറച്ച് മുന്നേ ഞാനിവിടെ ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതിക്കൊണ്ടിരുന്നപ്പം എനിക്കൊരു ചേച്ചി ഇട്ടേക്കുന്നു, ശുഭേ ആ മുട്ടയുടെ വെള്ളയും നാരങ്ങാ നീരിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ ശുഭേ, അത് നല്ല സൂപ്പറാണ്, പക്ഷേ മുഖത്തെന്തോ ഒരു പിടിക്കാതെയൊക്കെ ഒരു ഇതുപോലെ തോന്നുന്നു, അപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞായിരുന്നു ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാമെന്ന്, പക്ഷേ ഞാൻ ഇതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾക്ക് അമ്പലത്തിലൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് മുട്ട എനിക്ക് കൈ കൊണ്ട് തൊടാനായിട്ടൊരു മുട്ട തൊടുക തന്നെയല്ല, നമ്മുടെ ഫേസിൽ ഇടണമല്ലോ. ഇന്നിപ്പോൾ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാനിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് ഞാൻ മുട്ടയെടുത്ത് ഞാൻ എൻ്റെ മുഖത്തിട്ട് കാണിക്കാത്ത കേട്ടോ. അപ്പോൾ കുറച്ച് മുട്ടയുടെ വെള്ളം എടുക്കുക. മുട്ടയുടെ വെള്ളം എടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുട്ടയുടെ വെള്ളം എടുത്തിട്ട് കാപ്പിപ്പൊടിയും കൂടെ അതിനകത്തോട്ടിട്ടിട്ട് കുറച്ച് കാപ്പിപ്പൊടി നമ്മുടെ മുഖത്തിന് ആവശ്യമായ, അതൊക്കെ അവനവന് തോന്നുന്ന, അതായത് ഒരു 2 സ്പൂണോ 3 സ്പൂണോ ഒന്നും കാപ്പിപ്പൊടി ഇട്ടേക്കല്ല, ഒരു മുട്ടയുടെ വെള്ളത്തിനകത്ത് ഒരു 1/2 ടീസ്പൂൺ അത്ര ഇടാൻ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്തേക്ക് നല്ലപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മുടെ മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ നെറ്റിയിലും നമുക്ക് എവിടേക്കാണോ ടാൻ അടിച്ചത് അവിടെയെല്ലാം നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ഓയിലൊക്കെ സ്ഥിരം തേക്കുന്നവർക്ക് ടാനും കാര്യങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. എന്നാലും നമുക്ക് മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു ദൂഷ്യവും ഇല്ല കേട്ടോ. നമ്മുടെ മുട്ടയുടെ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ചുളിവുകൾ മാറാനും നമ്മുടെ ഫേസിൽ എപ്പോഴും നമുക്ക് ഒരു 40+ അങ്ങോട്ട് നമുക്ക് ഏത് നിമിഷം വേണേലും ചുളിവും കാര്യങ്ങളൊക്കെ വരാം. ചുളിവുകൾ വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളൊന്നും ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ തിന്നുക, ഉറങ്ങുക, അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ പോയി നമ്മുടെ സ്കിന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു രീതിയിൽ പോവുകയാണ് ഉറപ്പായിട്ട് നമുക്ക് ഒരു 40+ ആകുന്നതിന് മുന്നേ ഒരു 35 ആകുമ്പോൾ തന്നെ നമുക്ക് ചുളിവുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അതുപോലെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ള ജോലി, അതായത് രാവിലെയും വെയിൽ കൊണ്ട് ഇങ്ങനെ രാവിലെ നന്നായിട്ട് വെയിലൊക്കെ കൊള്ളുന്നവർ, അവർക്കൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലും നമ്മുടെ കഴുത്തിലും നമ്മുടെ കയ്യിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ചുളിവുകൾ വരാതിരിക്കാനായിട്ട് മുട്ടയുടെ വെള്ളം എന്ന് പറയുന്ന നല്ല സൂപ്പർ സാധനമാണ്. നമ്മുടെ ഓയിലിനകത്ത് നമ്മൾ മഞ്ചിഷ്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഓയിലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
നമ്മുടെ മുഖത്ത് നല്ലതായിട്ട് മസാജ്, നമ്മുടെ കളറ് വരാൻ ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ ഓയില്. അപ്പോൾ ടാനൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെയിലത്തൊക്കെ പോയി ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാനൊക്കെ നമുക്ക് നമ്മുടെ നാച്ചുറൽ ടിപ്സ് കൊണ്ട് നമുക്ക് മാറ്റിക്കളയാം. എന്നിട്ട് നമ്മുടെ ഓയിലും കൂടെ തേക്കുമ്പോഴേക്കും നമ്മുടെ ഫേസും നമ്മുടെ നെക്കും നമ്മുടെ കൈയും എല്ലാം എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ഓയിൽ കൊണ്ടുപോയി പിന്നെയും എല്ലാവരും ഓർഡർ ആക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഓയിലിൻ്റെ കാര്യം ഇട്ടിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു, എൻ്റെ അടുത്ത് വന്ന് വാട്സപ്പിൽ വന്ന് ഈ കമൻസ് പറയുന്നവർ എൻ്റെ അടുത്ത് വന്ന് പറയാതെ വീഡിയോയുടെ അടി വന്ന് കമൻസ് ഇടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു 4-5 പേര് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ശുഭേ എനിക്ക് ഓയിൽ തേച്ചിട്ട് ഒരുപാട് മാറ്റമുണ്ട്, പക്ഷേ എനിക്ക് വീഡിയോയുടെ അടി വന്ന് കമൻറ്റ് ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞത്. അത് എങ്ങനെയാണ് അറിയില്ലാഴികയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അറിയാൻ മേലാത്തവർ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമല്ലോ എന്തായാലും താമസിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിനടുത്തോ മക്കളുടെ അടുത്തോ ഒക്കെ ചോദിച്ചാൽ ഈ വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ പറ്റുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് യൂട്യൂബിൻ്റെ അടി കമൻറ്റ് ഇടാൻ പറ്റും? ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഒന്ന് ചിന്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും, അയ്യോ എനിക്ക് യൂട്യൂബിൻ്റെ അടി വന്ന് കമൻറ്റ് ഇടാനാണ്. നിങ്ങളുടെ ഐഡി കാണും, മറ്റുള്ളവർ കാണും, അയ്യോ നിങ്ങൾ അവരുടെ ഓയിൽ മേടിച്ച് തേച്ചിട്ടാണോ ഇങ്ങനെ വെളുത്തത്? അത് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ഒരു വിഷമമുള്ളവരാണ് ഇത് പറയുന്നതാണ് എൻ്റെ വിചാരം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വീട്ടിലാരെങ്കിലും ഇല്ല, ഇപ്പം നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, ഫോൺ കൈകാര്യം ചെയ്ത് അറിയില്ല, ഫോണിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണത്തില്ലേ? നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമല്ലോ താമസിക്കുന്നത്. എന്തായാലും നമ്മുടെ ആരെങ്കിലും, ഒന്നും വേണ്ട, ആരും വീട്ടിലില്ലെങ്കിൽ അടുത്തുള്ള ആരോടെങ്കിലും ചോദിക്കും, ഇതിനകത്ത് എങ്ങനെയാണ് ഈ കൊച്ചിൻ്റെ ഓയിൽ തേച്ചിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്, ഇതിൻ്റെ അടി വന്നൊന്ന് കമൻറ്റ്. നിങ്ങൾ എന്തുദ്ദേശത്തോടെയാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യം പറയാമല്ലോ, ഞാനുള്ള കാര്യം തുറന്നു പറയുന്ന ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, തുടരെ ഓയിൽ മേടിച്ചുകൊണ്ട് പോകുന്നവരാണ് ഇത് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, ശുഭേ ഓയിൽ സൂപ്പറാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇങ്ങനെ ഒന്നും, പക്ഷേ ഞങ്ങൾക്ക് യൂട്യൂബിനടി ഒന്ന് കമൻറ്റ് ഇടാൻ അറിയത്തില്ല. അത് എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാതെ ഒന്നും അല്ലല്ലോ നിങ്ങൾ താമസിക്കുന്ന, എല്ലാവരും കാണുമല്ലോ ഫാമിലിയിൽ. ആരോടെങ്കിലും ചോദിച്ചാൽ ഇതൊന്ന് പറഞ്ഞു തരുമല്ലേ? പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ അറിയാവുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് യൂട്യൂബിൻ്റെ അടി വന്ന് കമൻറ്റ് ഇടാൻ അറിയത്തില്ല? അപ്പം അതാണ് കാര്യം. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബിൻ്റെ അടി വന്ന് കമൻസ് കുറവ് കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓയിൽ എങ്ങനെയാണ്, ഓയിൽ അത് എങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ് ഒന്നും ദയവ് ചെയ്ത് എന്നോട് ചോദിച്ചേക്കില്ല. അപ്പോൾ ഓയിലിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഓയിൽ പിന്നെ നിങ്ങൾ വേണ്ടവർ എനിക്ക് വാട്സപ്പിൽ വരിക, വാട്സപ്പിൽ വന്നിട്ട് അഡ്രസ്സും ഫോൺ നമ്പർ പിൻകോഡ് തരിക, ഗൂഗിൾ പേ ക്യാഷ് വിട്ട് തരിക. അപ്പോൾ നിങ്ങൾക്ക് DTDC കൊറിയറിൽ ഓയിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആ നാരങ്ങാനീരിൻ്റെ സ്ഥാനത്ത് കാപ്പിപ്പൊടി ഇടുക, മുട്ടയുടെ വെള്ളം എടുക്കുക, കാപ്പിപ്പൊടി, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത്, അതിങ്ങനെ കുഴന്നിരിക്കുന്ന ഒരു സാധനമാണ്, അറിയാമല്ലോ. നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഒരു മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും കൂടെ ആയതുകൊണ്ട് ഒരു 10 മിനിറ്റിൽ താഴെ വെച്ചുകൊണ്ടിരുന്നാൽ മതി. കൂടുതൽ വെച്ചുകൊണ്ടിരുന്നാൽ കൂടുതൽ ഡ്രൈ ആവും. ഒരുപാട് ഡ്രൈ ആയാൽ നമ്മുടെ സ്കിന്നിന് അത് ദോഷമാണ്. മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് പറഞ്ഞ നമ്മുടെ മുൾട്ടാണി മിട്ടി കടലമാവൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സാധനമാണ് മുട്ടയുടെ വെള്ള. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് താഴെ നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പം ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഈ മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും കൂടെ മുഖത്തിട്ട് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ചും കൂടെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അതിങ്ങനെ പൊളിച്ച് കളയുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാകട്ടോ. അങ്ങനെയൊന്നും മെനക്കെടാനും അങ്ങനെയൊന്നും അറിയാൻ പാടില്ലാത്തവർ വെറുതെ അങ്ങോട്ട് തേച്ച് വെച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് മസാജ് ചെയ്ത് 10 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുക. ഉടൻ തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അലോവേരയുടെ ജെല്ലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്നതിൽ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ശകലം പൊട്ടിച്ചെടുത്തിട്ട് ശകലം എടുത്ത് തേച്ച് കൊടുക്കുവാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാറ്റം വരും. ഫേസ് നല്ല ക്ലീൻ ആകും, മുഖത്തെ ചുളിവുകൾ പമ്പ കിടക്കും, മുഖത്തിന് നല്ല കളറ് വരും. ഇതൊക്കെ നമുക്ക് ഇതാകും കേട്ടോ. അപ്പോൾ അതിന് ആ നമ്മുടെ മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും കൂടെ ഉള്ള നമ്മുടെ കഴുത്തിലും കയ്യിലും എല്ലാം തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.